ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് ചോദിച്ചതാണ്, എനിക്കിങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടേതായ ടൈമിനനുസരിച്ചായിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കും പഠിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എനിക്കും പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ ടൈം ടേബിൾ ഇട്ട് തരാം, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഓക്കെ, എനിക്കിപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടായിരിക്കും ഞാൻ ഫസ്റ്റ് പഠിക്കുക. അപ്പോൾ എനിക്ക് ഒന്നും കൂടി എന്താ പറയുക, പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും കൂടി കൂടുകയേ ചെയ്യുള്ളൂ. എല്ലാവർക്കും അതേപോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ചിലവരൊക്കെ ടഫ് സബ്ജക്റ്റൊക്കെ ഫസ്റ്റേ പഠിക്കണവരുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റാണ് ഞാൻ ഫസ്റ്റ് പഠിക്കാറ്. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിൽ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെയുള്ള ടൈം ടേബിളാണ് ഞാൻ തരുന്നത്. അല്ലാണ്ട് ഒരു ദിവസം ഇത്ര തോനെ പഠിക്കണം അങ്ങനെയല്ല ഞാൻ തരുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും എക്സാമിന് ഫോക്കസ് ചെയ്യണമായിരിക്കും. ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഇട്ടൊരു ടൈം ടേബിളാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമ്മുടെ ടോപ്പിക്സ് അതനുസരിച്ചിട്ട് ഇട്ടുള്ള ടൈം ടേബിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യം, അതായത് ചിലർ പറയുന്നുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് ഈ സമയത്താണ് വരുന്നത്, അപ്പോൾ ആ സമയത്ത് പഠിക്കാനുള്ള ടൈം ടേബിൾ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്കും ഇത് യൂസ്ഫുൾ ആക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം, പിന്നെ നമ്മുടെ സമയം മാറുന്ന സമയത്ത് ആ സമയം നമുക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സാഹചര്യം മാറുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈക്കുഞ്ഞുങ്ങളുണ്ടാകും, അവരൊക്കെ വെച്ചിട്ട് പഠിക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ യൂസ്ഫുൾ ആവണ പോലെ നമുക്കൊരു ടൈം ടേബിൾ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഇട്ടിട്ടുള്ള ടൈം ടേബിളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. കുറേ പേര് ഇതേപോലെ ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ടതുകൊണ്ട് എനിക്ക് അവരവരുടെ സമയം കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയത്തില്ല. കുറേ പേര് ജോലിക്ക് പോകുന്നവരുണ്ട്, ചില പേര് വീട്ടിലിരുന്നിട്ട് പഠിക്കുന്നവരുണ്ട്, ചില പേര് കുഞ്ഞ് വെച്ചിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ടൈമായിരിക്കും പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാനും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ സാഹചര്യം, വീട്ടിലത്തെ സാഹചര്യം, നിങ്ങളുടെ വീട്ടിലത്തെ സാഹചര്യം ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അതുപോലെ പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് കുറേ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ PSC എന്നല്ല, ഏതൊരു മത്സര പരീക്ഷയ്ക്കും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നുള്ളത് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിന് നമ്മൾ അതത്ര കാര്യമാക്കാണ്ടിരിക്കുക. അതിനെ പേടിക്കാണ്ടിരുന്നാൽ ഒന്നും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം പലർ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇത്രയൊക്കെ ആയില്ലേ, അല്ലെങ്കിൽ പഠിച്ച് കുറേ ആയില്ലേ, വർഷങ്ങളോളം നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് പറയും, വലിയ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ പറയും, കുടുംബക്കാർ പറയും, വല്ല ഫംഗ്ഷൻസിന് പോയി കഴിഞ്ഞാൽ അവർ വരെ പറയും ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. അവരുടെ മുന്നിലൊന്നും നമ്മൾ തലകുനിക്കാണ്ട് നമ്മളെ നമുക്കറിയാലോ. ഓക്കെ, നമ്മളുടെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ദിവസം നമുക്ക് ആ ഒരു ഡേ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പ് അതിലുണ്ടാവുമല്ലോ. നമ്മൾ പഠിക്കാനുണ്ട്, നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നമ്മൾ ഭയക്കാണ്ടിരുന്നാൽ നമുക്ക് ഒന്നുകൂടി പഠിക്കാനുള്ള ഒരിത് കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ മാർക്ക് വേറൊരാളുടെ മാർക്കുമായിട്ട് താരതമ്യം ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ വേറൊരു കസിനോ അല്ലെങ്കിൽ ആരെങ്കിലും PSC പഠിക്കുന്നുണ്ട്, അവർക്ക് എപ്പോഴും ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായി മാർക്ക് ഉണ്ടാവും, അപ്പോൾ നമുക്ക് മാർക്കില്ല. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വിഷമിക്കാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് താരതമ്യം ചെയ്യാണ്ടിരിക്കുക. നമുക്ക് കുറവാണ്, നമ്മൾ പഠിച്ചത് പോരാ, നമുക്ക് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട്
ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു മോക്ക് ടെസ്റ്റിലാണ് നമുക്ക് കുറവ് മാർക്കേ ഉള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മോക്ക് ടെസ്റ്റിൽ നമുക്ക് കുറച്ച് മാർക്ക് കൂടി, ഒരു 5 മാർക്കിൽ 6 മാർക്ക് കൂടി വിചാരിക്കാം. പക്ഷെ അത് കൂടിയത് ആനന്ദത്തോടെ അത് നമ്മൾ സന്തോഷിച്ചിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും എനിക്ക് കൂടണം എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പഠിക്കാനുള്ളത് കൂടും. ഇപ്പോൾ വീട്ടമ്മമാരാണെച്ചാലും കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെച്ചാലും ഓക്കെ, കുഞ്ഞു കുട്ടികളുണ്ടാവുന്ന അമ്മമാരിൽ 10 മാസം 11 മാസമൊക്കെ ആയ കുഞ്ഞുള്ള അമ്മമാരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണെച്ചാലും ഇനിയിപ്പോൾ കുഞ്ഞിനെ വെച്ച് പഠിക്കാൻ പറ്റുമോ, വീട്ടിൽ ഇങ്ങനത്തെ സാഹചര്യമാണ്, ഇനി കുഞ്ഞിനെ നോക്കിയിരിക്കണം, അങ്ങനെയൊക്കെ തോട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മൈൻഡൊക്കെ ഫ്രഷ് ആക്കിയിട്ട് കിട്ടണ സമയം പഠിക്കുക. ഓക്കെ, എപ്പോഴും കിട്ടണമെന്നില്ല. ആ കിട്ടണ സമയം നമുക്ക് കുഞ്ഞ് ഉറങ്ങണ സമയത്താണെങ്കിൽ ഇങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. വീട്ടിൽ ഒരാളെങ്കിലും കുഞ്ഞിനെ നോക്കണ്ടാവില്ല, അവർ ആ നോക്കണ സമയത്ത് ആ ഉള്ള സമയത്ത് നമ്മൾ ഇരുന്ന് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോണിൽ വല്ല ക്ലാസ്സോ ഹെഡ്സെറ്റ് വെച്ചിട്ടാണെങ്കിലും ക്ലാസ്സോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് കവറാവുകയും ചെയ്യും. പിന്നീട് ലാസ്റ്റ് നമുക്കത് റിവിഷൻ പോലെ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ സമയം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പോണവരുണ്ട്. അവർ രാവിലെ പോയിട്ട് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് 7 മണിക്ക് വീട്ടിലെത്തിയാലും അതിന് ശേഷം ഇരുന്ന് പഠിക്കണവരാണ്. ഓക്കെ, ആ സമയം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, ചിലവ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ വീട്ടിലെ പണികൾ ചെയ്യണം. ഓക്കെ, എപ്പോഴും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമ്മൾക്ക് നമ്മൾ തന്നെ ചെയ്യാനുണ്ടാവുള്ളൂ. അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ആ പണികൾ ചെയ്തതിന് ശേഷം ഉള്ള കുറച്ച് സമയമായിരിക്കും, ആ സമയം അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ആ സമയം കഴിഞ്ഞു നമുക്ക് കിട്ടി ഉള്ള ആ സാഹചര്യം ഉണ്ടാവില്ല, സമയമുണ്ട്, എനിക്കിപ്പോൾ പഠിക്കാൻ സമയമുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ എന്താ നമുക്ക് പറ്റില്ല. പണികളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അവരൊക്കെ ഒന്ന് പുറത്ത് പോയി ഫ്രീ ആയിട്ടിരിക്കണം 1-2 മണിക്കൂറാണെങ്കിൽ തന്നെ ആ സമയം നമ്മുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും നമ്മുടെ എല്ലാം. അതിനിടയ്ക്ക് നമ്മളൊരു PYQ ടെസ്റ്റ് പേപ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ വീട്ടിലിരിക്കണവരാണ് എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം എല്ലാവർക്കും അറിയാം, ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക് ആയിരുന്നു ഇപ്പോൾ വീഡിയോസിൽ. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ PS ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണില്ലേ. ഓക്കെ, ചിലവർ PSCക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്. ഓക്കെ, ഞാനൊക്കെ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം PC മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ടൈമാണ് ഞാൻ PSCക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ PSCക്ക് മാത്രം PSCയെ പറഞ്ഞിട്ട് ഇരിക്കുന്നവർക്ക് എല്ലാം പറ്റും. ഓക്കെ, ഒന്നും കൂടി അവർക്ക് ടൈം യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഓക്കെ, ആ സമയം ഇപ്പം നമ്മുടെ കറക്റ്റ് സമയമാണ്. ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റും. മാർക്ക് സ്കോർ ചെയ്യാനും റാങ്കിലും ലിസ്റ്റിലും എല്ലാത്തിലും ഉൾപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ് വീഡിയോ ലെങ്ത്ത് കൂട്ടണില്ല. ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട പോലെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. Day 1, Day 2, Day 3 എന്നുള്ള ഒരു 3 ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആണ് ആ രീതിക്ക് നിങ്ങൾ എടുക്കുക കേട്ടോ. ഓക്കെ, എൻ്റെ ടൈം ടേബിൾ തന്നെ നിങ്ങൾ എടുക്കണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാണ് Day 1 ടൈം ടേബിൾ കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആദ്യം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഓക്കെ, ഇടയിൽ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയതാണ്. അപ്പോൾ ഇതാണ് Day 1 നമ്മുടെ ടൈം ടേബിൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫസ്റ്റ് ഭരണഘടന ആയതുകൊണ്ട് ഞാൻ അത് എടുത്തിരിക്കുകയാണ്. അതിൽ ഭരണഘടനയിൽ ആമുഖമാണ് ഞാൻ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. Day 1 ഫസ്റ്റ് ഭരണഘടനയിൽ ആമുഖം. ഓക്കെ, ആമുഖം കുറച്ച് നമുക്ക് എങ്ങനെയാണ് തുടങ്ങണത്, ആരാണ് എഴുതിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആമുഖത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഭരണഘടനയിൽ
ആമുഖത്തെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ആമുഖം. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി. ഇതിനെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡേ 1 ആമുഖം എടുത്തിട്ടുണ്ട്. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത് ഞാൻ നോൺ GK ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറഞ്ഞ 3 ടോപ്പിക്കാണ്. അതിൻ്റെ പോലെ തന്നെ കറണ്ട് അഫയേഴ്സും. ഇപ്പോൾ മലയാളത്തിൽ ഒറ്റപദമാണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് മലയാളം സിമ്പിളാണ്, അതുകൊണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് മലയാളത്തിൽ കൊടുക്കില്ല. അപ്പോൾ ഒറ്റപദമാണ് മലയാളത്തിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒറ്റപദത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ 3 മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട്. ഓക്കെ, മലയാളത്തിൽ ഒറ്റപദം, ഇംഗ്ലീഷിൽ ഇഫ് ക്ലോസ്. ഇതും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറത്തെ ചോദ്യങ്ങളാണ് നോക്കാറുള്ളത് കേട്ടോ. ഇഫ് ക്ലോസ് ആണ് ഡേ 1 എടുത്തിരിക്കുന്നത്. മാത്സിൽ ക്ലോക്ക് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ക്ലോക്ക് അതായത് അതിൻ്റെ ബേസ് തൊട്ടിട്ട് അതിൻ്റെ ഹൈ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക മാത്സ്. ഇപ്പം ഞാൻ മാത്സിൽ ട്രിക്ടേൺ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ് കാണാറുള്ളത്. അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ്സിൽ, ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്, ആ സാറിൻ്റെ ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലോക്കിൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മാത്സ് ഒന്നും അറിയാത്ത പിള്ളേർക്ക് പോലും ആ സാറിൻ്റെ ക്ലാസ് അത്ര യൂസ്ഫുള്ളാണ്. ഞാൻ വേറൊരു ചാനലിൻ്റെ റിവ്യൂ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മാത്സ് ആ സാറിൻ്റെ ക്ലാസ്സാണ് ഞാനും കാണാറ്. എല്ലാവരും പറഞ്ഞു, എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാലും അറിയാം, ഒന്നും ബേസ് കിട്ടാത്തവരൊക്കെ ആ ഒരു സാറിൻ്റെ ക്ലാസ്സാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആ സാറ് അത്രയും നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ മാത്സ് വീക്കായിട്ടുള്ളവർ ആ സാറിൻ്റെ ക്ലാസ് പോയി കാണുക. അതിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഓരോ ടോപ്പിക്കും ആ സാറ് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും മാത്സിന്. ഓക്കെ, അപ്പോൾ മാത്സിൽ നമ്മൾ ക്ലോക്ക് എന്നുള്ള ടോപ്പിക്ക്, പിന്നെ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. ഞാൻ ഈ ഒരു ഡേ 1 ജോഗ്രഫിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരു ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയും പഠിക്കുകയുള്ളതുകൊണ്ട്. അപ്പോൾ ഡേ 1 ജോഗ്രഫി എടുത്തു. ജോഗ്രഫിയിൽ കാറ്റും ശിലകളും. ഓക്കെ, കാറ്റിനെ പറ്റിയിട്ടും ശിലകളെ പറ്റിയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. PSC ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാറ്റിൻ്റെയും ശിലകളിലേക്ക് ചോദിക്കാറുള്ളത് ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ ഡേ 1 ഈ ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ, അതായത് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ടൈം ഏത് സമയത്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല, നിങ്ങളുടെ സമയമാണ്, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ PSCയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള ഭരണ സംവിധാനങ്ങളും. ഭരണ സംവിധാനത്തിൽ ഞാൻ ഫസ്റ്റ് എടുത്തത് ഡേ 1 ദുരന്ത നിവാരണം. ഓക്കെ, അതിൻ്റെ ഹെഡ്, അതിൻ്റെ ചെയർമാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ദുരന്ത നിവാരണം. പിന്നെ ഉള്ളതാണ് നമുക്ക് ഒരു 5 മാർക്കിന് വരുന്നത് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിയമങ്ങൾ. അതിൽ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് വിവരാവകാശ നിയമമാണ് കേട്ടോ. ഓക്കെ, 5 മാർക്കിന് വരാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ വിവരാവകാശ നിയമം ഡേ 1 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ബയോളജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി എടുക്കാം, ഫിസിക്സ് എടുക്കാം, ഏതെങ്കിലും 3 ഒരു ടോപ്പിക്ക് എടുക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ബയോളജിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ഡേയിൽ, അതായത് ഫസ്റ്റ് ഡേനെ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഡേ 2ലും 3ലും നമുക്ക് ഇഷ്ടമില്ലാത്ത പോലെ നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ കയറില്ല. അതുകൊണ്ട് ബയോളജി ഞാൻ ഫസ്റ്റ് എടുത്തു കേട്ടോ. ഇത് എൻ്റെ ഒരു ലെവൽ വെച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണ പോലെ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ മാറ്റാം കേട്ടോ. ഇത്രയും ടോപ്പിക്ക് മാറ്റാം. കാരണം ഈ ഒരു ഇപ്പോൾ ഞാനിതിൽ ഇത്രയും 3, 6, 10 ടോപ്പിക്കില്ലേ, അതിൽ സബ് ടോപ്പിക്സ് കുറേ ഉണ്ട്. ഇപ്പോൾ ബയോളജിയിലാണെച്ചാലും ജീവിതശൈലി രോഗങ്ങളുണ്ട്, അതുപോലെ കെമിസ്ട്രി, ആറ്റം, പവർ, അങ്ങനെ കുറേ ഫിസിക്സും കെമിസ്ട്രിയും കാര്യങ്ങളായിട്ട് കുറേ ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റിയിട്ട് അത് ചേർക്കാം കേട്ടോ. അതിലൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റാം. ഓക്കെ, അപ്പോൾ എനിക്ക് ബയോളജി ആയതുകൊണ്ട് ഞാൻ അതിലൊരു ടോപ്പിക്ക് രോഗവും രോഗകാര്യങ്ങളും, ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഡേ 1 എടുത്തു. പിന്നുള്ളത് കലാ കായിക സാഹിത്യത്തിൽ കായികത്തിന് ഞാൻ ഒളിമ്പിക്സ് എടുത്തു. അതിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ഡേയിൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഒളിമ്പിക്സ് ഞാൻ എടുത്തു കേട്ടോ. ഒളിമ്പിക്സ്, അതിൻ്റെ വേദികൾ, വർഷം, പിന്നെ എത്ര മെഡൽ നമ്മുടെ ഇന്ത്യ നേടി, ഇന്ത്യയുടെ സ്ഥാനം,
ഒന്നാം സ്ഥാനം ആരായിരുന്നു, രണ്ടാം സ്ഥാനം ആരായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒളിമ്പിക്സ് എടുത്തു. പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ 4 നോൺ GK ആയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. ഇത് ഡെയിലി, ബാക്കിയൊന്നും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും, ഫോളോ ചെയ്യരുതെന്നല്ല ഞാൻ പറയണത്, ചെയ്യണം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ സമയം ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്. കറണ്ട് അഫയേഴ്സും മലയാളം, ഇംഗ്ലീഷും, മാത്സും ഡെയിലി കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേ 1 ടൈം ടേബിൾ. ഇത് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. ഇതനുസരിച്ച് നിങ്ങൾ മാറ്റുക കേട്ടോ. ഓക്കെ, ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി ഡേ 2 സബ്ജക്റ്റ് നമുക്ക് നോക്കാം. ടൈം ടേബിൾ ഇതാണ് ഡേ 2 ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡേ 2 ഞാൻ ഫസ്റ്റ് ഭരണഘടനയാണ് എടുത്തിരിക്കുന്നത്. ഡേ 2 നമ്മൾ ഡേ 1 ആദ്യം ആമുഖം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഡേ 2 ഭരണഘടനയുടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതായത് അംഗങ്ങൾ, വർഷങ്ങൾ, കമ്മിറ്റികൾ, അതായത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അതിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം അത് ഒരു ദിവസം കൊണ്ട് കഴിയാത്തൊരു ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. ഞാൻ അതിന് നോട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു നോട്ട് ഞാൻ ഫുള്ളായിട്ട്, ഇത് ഞാൻ എഴുതുന്ന ഒരു ലെഡ്ജർ നോട്ടാണ്. കാരണം അത് കോച്ചിങ്ങിന് പോണ സമയത്ത് വാങ്ങിച്ച ഒരു നോട്ടാണ്. ഇത് കുറേ ടോപ്പിക് ഉണ്ട്. ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ആമുഖം. ഇതാണ് ആമുഖത്തിൻ്റെ ടോപ്പിക്ക്. ഓക്കെ, ആമുഖത്തിൻ്റെ ശില്പി, ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു, ഇതാണ് ആമുഖത്തിനെ കുറിച്ചിട്ട് ഒരു ഡേ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ആമുഖത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയല്ലേ പഠിക്കാനുള്ളത്, രണ്ടാമത്തെ സബ്ജക്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ പഠിക്കാനുള്ളത് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഭരണഘടനാ നിർമ്മാണ സമിതി നമുക്ക് പഠിക്കാനുള്ളത്. വർഷങ്ങൾ, അതായത് 1947 ഓഗസ്റ്റ് 29 എന്നാണ്. അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. അതുപോലെ തന്നെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. അത് അങ്ങനെ കുറേ കാര്യങ്ങൾ. ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണം. എന്തെങ്കിലും കോഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇതൊക്കെ എന്നാണ് നമ്മുടെ അംഗീകരിച്ചത്, ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നോട്ട് ചെയ്തിട്ട് വർഷം പഠിക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾ വർഷം നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റണത് അപ്പോൾ അതുപോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഭരണഘടന കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് ഏതാണ്? ഹിസ്റ്ററി. നമ്മൾ നേരത്തെ ജോഗ്രഫി ആയിരുന്നു. അതായത് ഇത് രണ്ടും പാടെ ഒരു ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി 3 ഉണ്ട് അല്ലേ? കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെയല്ലേ? അപ്പോൾ അതിൽ വേൾഡ് ഹിസ്റ്ററി എടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവമാണ് കേട്ടോ. റഷ്യൻ വിപ്ലവം അതിൽ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ റഷ്യൻ വിപ്ലവം ഡേ 2 പഠിക്കും. പിന്നെ മൂന്നാമത്തേൽ എനിക്ക് ബയോളജി ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ബയോളജി എഴുതിയതാണ്. അല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് ലെൻസ് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ ആറ്റം എടുക്കാം. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഏത് വേണിച്ചാലും എടുക്കാം. ഇത് ഞാൻ എനിക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുകയാണ്. അതാണ് ഞാൻ ഓറിട്ടിട്ട് എഴുതിയിരിക്കുന്നത്. ഫിസിക്സിൽ ലെൻസ് ആണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, ഓർ ടോപ്പിക്കാണ്. ഓക്കെ, ബയോളജി നേരത്തെ ഞാൻ രോഗകാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ജീവിതശൈലി രോഗങ്ങളാണ്. അത് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തന്നെ പഠിക്കണമെന്ന് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഓരോ രീതിക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഫിസിക്സിൽ ലെൻസ്, ഇതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നൊരു ടോപ്പിക്ക് എടുക്കാം. ഇഷ്ടംപോലെ ടോപ്പിക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നുള്ളത് മലയാളത്തിൽ പദശുദ്ധിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം. മലയാളത്തിൽ ഇവിടെ ഞാൻ ഡേ 1 നമ്മൾ ഏതെടുത്തത്? ഡേ 1 ഒറ്റപ്പദമായിരുന്നു. അപ്പോൾ ഡേ 2 പദശുദ്ധിയാക്കി. ഓക്കെ, അതിൽ കുറേ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വചനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. മൂന്നാമത്തത് ഇംഗ്ലീഷ്
ഇംഗ്ലീഷിൽ ആർട്ടിക്കിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾസിന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ CBSE ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾസിന് ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് എടുത്തു. പിന്നെ മാത്സിൽ കലണ്ടർ എടുത്തു. നേരത്തെ നമ്മൾ ക്ലോക്ക് പറഞ്ഞു, ഇതിലിപ്പോൾ നമ്മൾ കലണ്ടർ എടുത്തു. കലണ്ടറിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫോഴ്സ് എക്സാം ചാൻസാലും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ് കലണ്ടർ. ഓക്കെ, അപ്പോൾ മാത്സിൽ ഇത് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തെറ്റാണെങ്കിൽ തെറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടിയില്ല നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റും. മാത്സ് കലണ്ടർ ടോപ്പിക്ക്. പിന്നെ സുപ്രധാന നിയമങ്ങളിൽ ഞാൻ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം, അതായത് SCR SC ST അങ്ങനത്തെ ഇല്ലേ, അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറേ പേര് കേട്ടോ. ഓക്കെ, അതിൽ ഇതേപോലെ SC ST അവരുടെ നിയമങ്ങൾ, അവർക്കുള്ള നിയമങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങൾ നിങ്ങൾക്ക് ഏത് വാങ്ങിച്ചാലും കൊടുക്കാം, കുറേ ഉണ്ട്. ഓക്കെ, നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അതൊക്കെ എടുത്തു. ഇപ്പോൾ ഇത് ഞാൻ എടുത്തു, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം. ഓക്കെ, അവർക്ക് SC STക്കാർക്കൊക്കെ കുറേ അവർക്ക് നിയമങ്ങൾ വേറെയുണ്ട്, അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്, അതെടുക്കാം. പിന്നെ കലാ കായിക സാഹിത്യത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. Day 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ ഒളിമ്പിക്സ് എടുത്തു, അപ്പോൾ ഇതിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. ഓക്കെ, ഏതൊക്കെ സിനിമ, മികച്ച ഏത് സിനിമ, ഏത് സംവിധായകൻ, മികച്ച പാട്ട്, അതുപോലെ തന്നെ മികച്ച ഗായിക, മികച്ച നടി, നടൻ, അങ്ങനെ ഒരുപാടുണ്ട് പഠിക്കും. കറണ്ട് അഫയേഴ്സ് ആയിട്ട് തന്നെ ഇതിൽ കൂട്ടാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിൽ കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ടില്ല. ഇതിൽ ഡെയിലി ഞാൻ കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോകാറുണ്ട്, ഞാൻ അതും കൂടി എഴുതാം കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിൽ ഒരു ടോപ്പിക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയാണെങ്കിൽ CA ആയിട്ട് ഞാനിവിടെ എഴുതാം. കറണ്ട് അഫയേഴ്സ് ഇത് ഡെയിലി കൊണ്ടുപോകേണ്ട, അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എഴുതാൻ വിട്ടുപോവാണ്. CA ഇതും കൂടി ഒപ്പം കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതി, വേൾഡ് ഹിസ്റ്ററിയിൽ റഷ്യൻ വിപ്ലവം, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുക്കുക. പിന്നെ മലയാളത്തിൽ പദശുദ്ധി, ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ്, മാത്സിൽ കലണ്ടർ, സുപ്രധാന നിയമങ്ങളിൽ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം SC STക്കാരുടെ, പിന്നെ കലാകായിക സാഹിത്യത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഇതാണ് Day 2 ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റാം കേട്ടോ. ഇതന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇനി Day 3 ടൈം ടേബിൾ നോക്കാം. Day 3 ഭരണഘടനയിൽ തന്നെ ഞാൻ മൗലിക അവകാശങ്ങളാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങളും കടമകളും, അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറേ ഉണ്ട് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ തന്നെ മൗലികാവകാശങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗലികാവകാശങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ, തത്വങ്ങൾ പഠിക്കും. അതിനെന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണല്ലോ, അത് പഠിക്കുക. പിന്നെ മലയാളത്തിൽ വചനം. ഓക്കെ, വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹുവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അത് പഠിക്കുക. വചനമാണ് മലയാളത്തിൽ എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വെർബ്, ഇതും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിലൊരു ക്വസ്റ്റ്യൻ കാണും. മാത്സിൽ സംഖ്യകൾ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 സംഖ്യ തന്നിട്ട് 3ാമത്തെ സംഖ്യ വിട്ടിട്ടുണ്ടാവും, ആ സംഖ്യ പൂരിപ്പിക്കാം, അങ്ങനെ ഉണ്ടാവും. അല്ല, കുറേ ഉണ്ട് സംഖ്യകളുടെ ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇപ്പോൾ പറയാൻ കിട്ടണില്ല, കുറേ ഉണ്ട്. അപ്പോൾ സംഖ്യകളുടെ ടോപ്പിക്ക് ഇതേപോലെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സിൽ പ്ലേലിസ്റ്റിലുണ്ടാവും, അത് കാണാൻ പറ്റുന്നവർ അത് കണ്ട് പഠിക്കുക. പിന്നെ ഞാൻ വേറൊരു ടോപ്പിക്ക് എടുത്തിരിക്കുന്നത് നദികൾ. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കേരളത്തിലൂടെ, അങ്ങനെ ഇഷ്ടം പോലെ നദികളിൽ പഠിക്കാനുണ്ട്, അപ്പോൾ അത് പഠിക്കുക കേട്ടോ. പിന്നുള്ളത് മനുഷ്യ ശരീരം ഇല്ലെങ്കിൽ ചലനം. ഇതിലേത് നിങ്ങൾക്ക് എടുക്കാം. ബയോളജീനെ ഞാൻ എപ്പോഴും എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും അത് പറയരുത്. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പഠിക്കാൻ എനിക്ക് എളുപ്പമാണ്. പിന്നെ ഇതിന് റിവിഷനായിട്ട് കാണും, കാരണം പഠിച്ചു കഴിഞ്ഞത് റിവിഷനായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ടൈം ടേബിൾ ഇട്ട ഒരു ഫ്ലോയിൽ അങ്ങനെ എഴുതി പോയതാണ്. ഇനിയിപ്പോൾ എല്ലാത്തിലും ബയോളജീനെയാണ് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ആരും പറയണ്ട. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ഒരു റിവിഷൻ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാന്നുണ്ടെങ്കിൽ ബയോളജിക്ക് വേണ്ട നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഏത് വേണിച്ചാലും ആഡ് ചെയ്യാം. സയൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാലും നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ ഇതൊരു റിവിഷനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ,
പിന്നെ മന്ത്രിമാരും, വേറൊരു ടോപ്പിക്ക്, മന്ത്രിമാരും അവർ ഭരിക്കണ ഭരണ സംവിധാനങ്ങളും. ഏതൊക്കെ മന്ത്രിമാർ, ഏതൊക്കെ വകുപ്പ്. ഭരണ സംവിധാനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് വകുപ്പുകളാണ് കേട്ടോ. ഓക്കെ, വകുപ്പുകളാണ്. ഏത് വകുപ്പിലാണ്? മറ്റേ നമ്മുടെ കായിക മന്ത്രി ആരാണ്, ആരോഗ്യമന്ത്രി, അങ്ങനെയൊക്കെ ഇല്ലേ, അവരുടെ പേരും അവരുടെ വകുപ്പുകളും പഠിക്കുക. ഓക്കെ, അത് നമ്മുടെ കേരളത്തിലെ ആവാം, ടോട്ടൽ കേന്ദ്രമന്ത്രി ആവാം കേട്ടോ. അങ്ങനെയൊക്കെ പഠിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധ്യത ആയതുകൊണ്ട് നമ്മളത് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയി പഠിക്കാം. അപ്ഡേറ്റ് ആയിട്ട് എന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സാം സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഹിസ്റ്ററി ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി എടുത്തിട്ടില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രഞ്ച് വിപ്ലവം. ഓരോന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്ന് എടുത്താൽ മതി. കുറേ വിപ്ലവങ്ങളുള്ളതുകൊണ്ട് പഠിച്ച് തീരാൻ ബുദ്ധിമുട്ടായിരിക്കും. എടുക്കണ സമയത്ത്, വേറൊരു ടോപ്പിക്ക് എടുക്കണ സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഹിസ്റ്ററിത്തെ ടോപ്പിക്ക് ഇവിടെ റിവിഷനായിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി വേണ്ട, കേരള ഹിസ്റ്ററി മതിച്ചാൽ അതെടുക്കാം. ഓക്കെ, ഇത് ഏതെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനൊരു ഇട്ട് തരേണ്ട രീതിക്ക് കാണിച്ചു തന്നതാണ്. ഡേ 1, ഡേ 2, ഡേ 3 ആയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അനുസരിച്ച സമയത്ത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും സമയവും കാര്യങ്ങളൊക്കെ കിട്ടാറ്. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം ആ ഒരു സമയം നിങ്ങൾക്ക് എന്തായാലും വന്നു ചെയ്യും. ഓക്കെ, ഞാനും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളും അതിനുവേണ്ടി മാക്സിമം നന്നായി പരിശ്രമിക്കുക. നന്നായി എപ്പോഴും കിട്ടണ സമയം പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്